ദൈവത്തിന്റെ പോരാളികൾ തോറ്റു, വീണ്ടും തോറ്റു. RCB MIയുടെ നട്ടല്ലൂരി. സോ RCB വേഴ്സസ് മുംബൈ ഇന്ത്യൻസിൽ ഞാൻ മുംബൈ ഇന്ത്യൻസിനായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുകൊണ്ടല്ല, RCB ഫാൻസിന്റെ തൊള്ള ഈസ് അൺസഹിക്കബിൾ. ആൻഡ് RCB പറ്റി ഒന്നും പറയാനില്ല. വേർഷൻ 2.0 ആണ്. പ്രൈം CSK കളിക്കുന്നേക്കാളും കിട്ടുമായിട്ടാണ് അവർ കളിക്കുന്നത്. സ്ക്വാഡൊക്കെ IPL 2026 ഏറ്റവും ബെസ്റ്റ് സ്ക്വാഡിന്റെ ഡെപ്ത് തന്നെ നോക്കിയാൽ മതി. ബാറ്റിംഗ് ഓർഡറിന്റെ ഡെപ്ത് നോക്കിയാൽ മതി. ഇവൻ ഭുവനേശ്വർ കുമാർ ക്യാൻ ബാറ്റ്. അഴിഞ്ഞാട്ടം എന്തൊരു മുംബൈ അല്ല CSKക്കെതിരെ 250, ഇവർക്കെതിരെ 240. കളി തുടങ്ങുന്ന സമയത്ത് അടിച്ചു വിട്ടു. സാൾട്ടിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു. അറ്റ് ദ സെയിം ടൈം കോഹ്ലി 38 ബോൾ 51. സോ ഈ 38 ബോൾ 51 എനിക്ക് തോന്നുന്നു KL രാഹുലാണ് എടുത്തു വെച്ച. KL Rahul is not fit for T20. KL Rahul വിരമിക്കണം. KL Rahul is not fit for this format. എന്നാൽ കോഹ്ലി അടിക്കുമ്പോ മൈൻഡ് ബ്ലോയിങ് നോക്ക്, മറ്റേ സപ്പോർട്ടീവ് നോക്ക്, ഗോഡ്സ് നോക്ക്, തണ്ടേഴ്സ് നോക്ക്, ഡബിൾ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്. സോ ഞാൻ ഒരു സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് 14 ഓവർ 190 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഐ വാസ് ലൈക്ക് ഇത് 300 നിൽക്കുമോ, അതായിരുന്നു ഡൗട്ട്. പിന്നീട് കളി സ്ലോ ആയി. അവസാനം ടിം ഡേവിഡ് ഒക്കെ വന്ന് അടിച്ച് 241 എത്തിച്ചു. മുംബൈ യൂഷ്വലി നമ്മൾ എപ്പോഴും പറയാറില്ലേ, മിഷൻ MI പോസിബിൾ ആണ്. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പോസിബിൾ ആക്കുന്ന ടീം ആയിരുന്നു മുംബൈ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ടീമൊക്കെ ഭയങ്കര ആവറേജ് ടീമാണ്. എന്തൊക്കെ എടുത്തു പറഞ്ഞാലും ഇപ്പോഴത്തെ ടീം ഈസ് വെരി ആവറേജ്. ബോളിംഗ് നോക്ക്, ട്രെന്റ് ബോൾട്ട് ഒക്കെ ഇപ്പൊ ചെണ്ടയാണ്. ഹീസ് ആക്ച്വലി ഓൾഡ്. ബുംറ ഉള്ളതുകൊണ്ട് മാത്രമാണ് മുംബൈ ഇന്ത്യൻസ് പിടിച്ചു നിൽക്കുന്നത്. ഹീസ് ആക്ച്വലി ഗെയിം ചേഞ്ചർ ആൻഡ് ഹീസ് എ ഗോഡ്. അത് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ മാർക്കണ്ഡേ വണ്ടി സ്പിന്നർ ഉണ്ട്, ചെണ്ട. ഹാർദിക് പാണ്ഡ്യക്ക് അടി കിട്ടുന്നുണ്ട്, സാൻഡറിന് അടി കിട്ടുന്നുണ്ട്. പിന്നെ ശ്രദ്ദുൽ താക്കൂറും ദീപക് ചാഹാറൊക്കെയാണ്. ശ്രദ്ദുൽ താക്കൂർ മറ്റേ ഗെയിം ചേഞ്ചറെ പോലെ നമുക്ക് തോന്നിക്കും, ബ്രേക്ക് ത്രൂസ് കൊണ്ടുവരും, പക്ഷെ അടി വാങ്ങിക്കൂട്ടും. ചിലപ്പോൾ ആദ്യത്തെ 5 ബോളിൽ 5 റണ്ണിൽ ഒരു വിക്കറ്റ് എടുക്കും, അടുത്ത ഓവറിൽ വന്നിട്ട് ചിലപ്പോൾ 30 റൺ കൊടുക്കും. അതാണ് ശ്രദ്ദുൽ താക്കൂർ. ബാറ്റിംഗ് തന്നെ നോക്കിയാൽ മതി. മുമ്പ് മുംബൈ ഇന്ത്യൻസിന് പൊല്ലാഡ് ഉണ്ടായിരുന്നു, ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്നു, കൃണാൽ പാണ്ഡ്യ ഉണ്ടായിരുന്നു. അത്രയും ഡെപ്ത് ഉള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് ആയിരുന്നു. പിന്നീട് ഇവർ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ റിലീസ് ചെയ്തും കൃണാൽ പാണ്ഡ്യ റിലീസ് ചെയ്തും ടിം ഡേവിഡിനെ വരെ റിലീസ് ചെയ്തു. ആ ഒരു ഷൂസ് ഒന്നും ഇപ്പോഴും ഫിൽ ചെയ്യാൻ ആരെ കൊണ്ടും പറ്റിയിട്ടില്ല. റത്തർഫോർഡ് കുറെ നോക്കി, 26 ബോൾ 52 ഒക്കെ വെച്ച് അടിച്ച് കയറ്റാനൊക്കെ നോക്കി. യു കാൻ ഫീൽ ദ ഷൂസ് ഓഫ് പൊല്ലാഡ് ബ്രോ. പൊല്ലാഡ് ഈസ് വേറെ ലീഗ് പ്ലെയർ. 240 ചേസ് ചെയ്യാൻ വന്ന ഒരു ഇന്റന്റേ ആയിരുന്നില്ല മുംബൈ ഇന്ത്യൻസിന്റെ. രോഹിത് ശർമ്മ മറ്റേ റിട്ടയർഡ് ഹേർട്ടായി പോയി. റിക്കിൾട്ടന് സൂര്യകുമാർ യാദവ് എന്തൊക്കെയാ നോക്കി, ഒന്നും നടന്നില്ല. 240 നമ്മൾ ചേസ് ചെയ്യാൻ പോണത്, അല്ലാതെ 190 200 ആയിരുന്നില്ല. തിലക് വർമ്മ വന്ന സമയത്ത് തന്നെ ചായ കുടിക്കാൻ പോയി. ഹാർദിക് പാണ്ഡ്യക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. റത്തർഫോർഡ് പാവം നിന്നിട്ട് ഒരു എങ്ങനെയൊക്കെ സിംഗിൾ ഹാൻഡിൽ ചെയ്യിപ്പിക്കാൻ നോക്കി. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ കളി കയ്യിന്ന് പോയി. റത്തർഫോർഡിന്റെ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം, റൊമാരിയോ ഷെപ്പേർഡിന് ഒരു ഓവർ കൊടുത്ത സമയത്ത് ആളെന്നെ ഓട്ടിപ്പോയി ക്യാച്ചൊക്കെ പിടിച്ചു, ഔട്ടായി കളിക്കുമ്പോൾ നോ ബോൾ. നെക്സ്റ്റ് നോ ബോളിൽ ഫ്രീ ഹിറ്റിലും ആള് ക്യാച്ച് കൊടുത്തു. അത് നല്ല രസമുള്ള പരിപാടിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സോ RCB ഈസ് വേറെ ലെവൽ ടീം. അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്. നമുക്ക് ചിലപ്പോൾ ആ ടീമിനോട് ഹെയ്റ്റ്, എനിക്ക് ആ ടീമിനോട് ഹെയ്റ്റ് ഇല്ല, അവരുടെ ഫാൻസിനോട് മാത്രമേ ഹെയ്റ്റ് ഉള്ളൂ. അൺബീറ്റബിൾ സൈഡാണ്, അത്രയും കിടു സൈഡാ. ഇനി അവരുടെ റിസർവ് ലിസ്റ്റ് നോക്കിയാൽ ജേക്കബ് ബേത്തലൊക്കെ ഉണ്ട്. അച്ചാതി പ്ലേയേഴ്സ് ഉള്ള സ്ക്വാഡാണ് അവരുടെ. അവർ ഇമ്പാക്ട് പ്ലേയേഴ്സിനെ ഇറക്കുന്നത് വേറെ കിടു പ്ലേയേഴ്സ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. RCB തോൽപ്പിക്കുക ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. മിക്കവാറും ചാൻസസ് ഉണ്ട് ഇത്തവണ. എനിക്ക് ഇപ്പൊ ഇതുവരെയുള്ള കളി വെച്ചിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയത് RCB കപ്പടിക്കാൻ ചാൻസ് ഉണ്ട്, രാജസ്ഥാൻ റോയൽസ് കപ്പടിക്കാൻ ചാൻസ് ഉണ്ട്, പഞ്ചാബ്. ഈ 3 ടീം അല്ലാതെ വേറെ ആരും തോന്നിയിട്ടില്ല. സോ ദിസ് വാസ് ആക്ച്വലി വെരി നൈസ് മാച്ച്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇനിയും RCB ഫാൻസിന്റെ കൊണയടികൾ കേൾക്കേണ്ടി വരും.